NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി രംഗത്ത് വന്നു വലിയ വാർത്തയായിരുന്നു. നമുക്ക് അതിന്റെ തുടർച്ചയിലേക്ക് പോകാം. അതിനു മുമ്പ് ഉപരാഷ്ട്രപതിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. My humble request to all the trust NSS all over the world. You never think that you are everything. You are everything because of the great contribution of our Karma Yogi Manat Padmanabhanji. So we are only a tool to continue this good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, we should not come. That should not be our aim. Everybody should come, everyone should contribute, everyone should solve. യെസ്, എന്തായാലും മന്നത്ത് പത്മനാഭനെ പോലെ ഒരു രാഷ്ട്രീയ അതിനപ്പുറത്ത് സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് NSSനെ ഇപ്പോൾ നയിക്കുന്നവർ, പ്രത്യേകിച്ച് സുകുമാരൻ നായരെ പോലെയുള്ളവർ അവിടേക്ക് ആര് വന്നം വരേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പശ്ചാത്തലത്തെ തന്നെയാണ് ഉപരാഷ്ട്രപതി വിമർശിച്ചത്. എങ്കിൽ അതിലെന്താണ് NSSനുള്ള മറുപടി? NSSനെ എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർക്കുള്ള മറുപടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എങ്കിൽ ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും ഒന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടേത്. വിഷയത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്നസമാധിയിൽ പ്രവേശിക്കുന്നതിനെ ആരും വിലക്കിയിട്ടില്ല, പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള പ്രതികരണം ആണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ അതൊരു പരസ്യ പ്രതികരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണമായി നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ സ്വാഭാവികമായും ഉപരാഷ്ട്രപതി തന്നെ ചെയ്തിട്ടുള്ള ഒരു കമന്റ് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഏകാധിപത്യ സ്വഭാവത്തിലാണ് NSS മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ബൈലോ പ്രകാരം അത്തരം അവകാശങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതിൽ എതിർപ്പ് നിലനിൽക്കുകയാണ്. ഈ പരാമർശം എന്നത് എത്രത്തോളം പ്രധാനമാണ്? ഇത് ഒരു പരിധിവരെയെങ്കിലും ജനറൽ സെക്രട്ടറിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയല്ലേ? അഭിലാഷ, പ്രതിരോധത്തിലാക്കുന്നില്ല എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. NSSന് ഇക്കാര്യത്തിലൊരു നിലപാടുണ്ട്. NSSന് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധിഷ്ഠിതമാക്കിയുണ്ടായ നിലപാടല്ല ഉള്ളത്. ഏത് കാലത്തും സമാനമായ നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത്. ഇവിടെ NSSന് ചില രീതികളുണ്ട്, അത് പാലിക്കുന്നു ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും എന്നത് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറിച്ച് അപ്പുറത്ത് CP രാധാകൃഷ്ണൻ അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. ആ സ്ഥാനത്തിരുന്ന് അവർ പറയുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. CV ആനന്ദബോസിനെ പോലുള്ളവരും നേരത്തെ സമാനമായ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇവരെല്ലാവരും BJPയെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നുള്ളതാണ്. അവർക്ക് ചില ലക്ഷ്യങ്ങൾ NSSുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് NSS നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. തൊട്ടിപ്പുറത്ത് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്ന നരസിംഹറാവുവിൻ്റെ കാലത്ത് പോലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. അന്ന് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. എന്നിരുന്നിട്ട് പോലും നായയുമായി കയറിയുള്ള ഒരു പരിശോധന NSS ആസ്ഥാനത്ത് സമ്മതിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് NSS ക്ഷേത്രം പോലെ കരുതുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിലുള്ള പരിശോധന നടക്കുമ്പോൾ ആ ക്ഷേത്രം അശുദ്ധപ്പെടുന്ന സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലാതെ NSS ആസ്ഥാനത്തുള്ള മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അത് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യം തന്നെയാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരർത്ഥവുമില്ല. കാരണം സുരേഷ് ഗോപി അന്ന് ബജറ്റ് സമ്മേളനത്തിനുള്ളിൽ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനയുടെ ഒരു ആഭ്യന്തര യോഗം നടക്കുന്നതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ മാത്രമാണ് തങ്ങൾ ചോദ്യം ചെയ്തത്. അന്ന് സാധാരണഗതിയിൽ ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ആദ്യം ഈ 300 പ്രതിനിധികളും എത്തി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. അതിന് പുറത്തിറങ്ങിയാൽ പിന്നെ മന്നം സമാധി പൂട്ടും. പിന്നീട് അതിനുശേഷം ബജറ്റ് സമ്മേളനം കഴിഞ്ഞ ശേഷമേ അത് തുറക്കുകയുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്കുള്ള സമയത്താണ് സുരേഷ് ഗോപി എത്തിയത്. ആ സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞ സമയത്ത് പോലും ഇവിടെ തന്നെ താൻ അറിഞ്ഞപ്പോൾ താക്കോൽ കൊടുക്കുകയും അത് തുറന്നു കൊടുക്കുകയും ചെയ്തതാണ് അന്ന് ചെയ്തത്. സുരേഷ് ഗോപിയും മന്നം സമാധിയിൽ താൻ പ്രവേശിച്ചിട്ടില്ല, പുഷ്പാർച്ചന നടത്തിയിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല അതിന് പിന്നെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി NSS ആസ്ഥാനത്തൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്
എന്ന് തന്നെ NSS തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു നേരിട്ടൊരു പ്രതികരണം നടത്തി, ഒരു ഏറ്റുമുട്ടൽ നടത്തി അപ്പുറത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് സമാന്തരമായൊരു നീക്കം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു മറുപടി നൽകിയാൽ ഫലത്തിൽ അതൊരു പ്രോത്സാഹനമായി മാറുകയും അവർ ആ നിലയിൽ വളരുകയും പക്ഷേ അവിടെ ശ്രീജിത്ത്, തീർച്ചയായും ഈ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചില നിലപാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും NSSന്റെ സംഘടനാ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിക്ക് അതിൻ്റെതായ അധികാര പരിധികളൊക്കെ ഉണ്ട്. പക്ഷെ കാലമേറെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഉപരാഷ്ട്രപതി പറഞ്ഞതുപോലെ ആർക്കും ചെല്ലാവുന്ന ഒരിടമാണത്. ആർക്കും സന്ദർശനം നടത്താം, ആർക്കും ചെല്ലാം. അവിടെ ജാതി മത ഭേദമന്യേ ആളുകൾക്ക് എത്തപ്പെടാം. അവിടെയാണ് ആര് വരണം വരേണ്ട എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുന്നു എന്ന വിമർശനം ഉയരുന്നത്. അത് ഈ വിഭാഗത്തിനിടയിൽ, അതായത് നായർ സമുദായത്തിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ശ്രീജിത്ത്. അഭിലാഷ്, അങ്ങനെ സമാന്തര ചില പ്രവർത്തനങ്ങൾ പലയിടത്തും നടന്ന് നമ്മൾ കണ്ടതാണ്. എറണാകുളത്തും ഇടുക്കി ഹൈറേഞ്ച് യൂണിയനിലും ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സമാനമായ ഒരു സമാന്തര നീക്കം നടക്കുന്നൊക്കെ കണ്ടതാണ്. ഇവിടേക്ക് ചില മാർച്ചുകളൊക്കെ പ്രഖ്യാപിക്കുകയും ചില മാർച്ചുകളൊക്കെ എത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും കാര്യമായ രീതിയിൽ NSSനെ ബാധിക്കുന്നത് നമ്മൾ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല. NSSന്റെ ഏറ്റവും പ്രധാന പദവികളിലുള്ളവർ തന്നെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പോലും ആ നിലയിൽ അത് NSSനെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏറ്റവും ഒടുവിലാണെങ്കിലും NSS എടുത്ത പല തീരുമാനങ്ങളിലും ഒരു ഭിന്നാഭിപ്രായത്തിലേക്ക് പോയിട്ടില്ല. പ്രത്യേകിച്ച് ശബരിമലയാണല്ലോ ഏറ്റവും വലിയ NSS ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ വിഷയം. അന്ന് ഇടത് സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന നിലയിലേക്ക് പോയപ്പോൾ പോലും അന്ന് ഏതാണ്ട് പങ്കെടുത്ത യോഗത്തിലെ പ്രതിനിധി സഭാ അംഗങ്ങളെല്ലാം ജനറൽ സെക്രട്ടറി പിന്തുണയ്ക്കുന്നതാണ് കണ്ടത്. അതാണ് NSSന്റെ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതിനെ വിമർശിക്കുന്നവരുണ്ടാകും, അതിൽ ഭിന്നാഭിപ്രായമുള്ളവരുണ്ടാകും. പക്ഷേ ഇപ്പോഴും ആ ശൈലി പിന്തുടരുന്നു എന്നുള്ളതാണ് NSS ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് NSSന്റെ ശൈലി എന്ന് അവർ പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ആര് വരണം ആര് വരണ്ട എന്നൊരു നിലപാട് തന്നെ NSSനില്ല. പിന്നെ ഉപരാഷ്ട്രപതിയെ പോലെയുള്ളവർ ഇങ്ങനെ തൊട്ടടുത്ത് ക്ഷമിക്കണം അഭിലാഷ്, SB കോളേജിൽ ഒരു പരിപാടിക്ക് വരുമ്പോൾ NSSന്റെ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങിയത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോഴും NSSന്റെ ഗ്രൗണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടി തുറന്നു കൊടുത്ത പാരമ്പര്യമാണുള്ളത്. പക്ഷേ വേറൊരു പരിപാടിക്ക് വരുമ്പോൾ ഒന്ന് കയറി ഇറങ്ങി പോകേണ്ട ഒരു സ്ഥലമായി ഉപരാഷ്ട്രപതി എങ്ങനെയാണ് NSSന്റെ പ്രധാന ആസ്ഥാനവും മന്നം സമാധിയെയും ഒക്കെ കാണുന്നത്? സാധാരണഗതിയിൽ ഇവിടെ ഒരു വലിയ പരിപാടി അല്ലെങ്കിൽ ഇവിടേക്ക് ചാർട്ട് ചെയ്യപ്പെട്ട പരിപാടി അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് വസ്തുതയുമാണ്. കാരണം അന്ന് ഏറ്റവും അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് ഇങ്ങനെ ബന്ധപ്പെടുകയും ചങ്ങനാശ്ശേരി DYSP എത്തിയാണ് ഇങ്ങനെ ചില വിവരങ്ങൾ അറിയുകയും ചെയ്തത്. നേരിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്ന് സുകുമാരൻ നായർ പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ചില NSS അങ്ങനെ ഒരു ചെറിയ സംഘടനയാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കില്ല എന്നാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. ഇവിടെ അത്ര വലിയ ചില പരിപാടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഇവിടേക്ക് ചാർട്ട് ചെയ്യപ്പെട്ട ഒരു പരിപാടി ഉണ്ടാകണം, അങ്ങനെയൊന്നും ഇല്ലാതെ പോകുന്ന വഴിക്ക് കയറി ഇറങ്ങി പോകാവുന്ന ഒരു സ്ഥലമായി NSSനെ കാണുന്നതിന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഈ സന്ദർശനങ്ങളൊക്കെ പ്രശ്നത്തിലാകുന്നത്. രണ്ടാമത്തെ വിഷയം നായയുടെ പരിശോധനയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ അവർ പറയുന്നത്. അതിനി എത്ര വലിയ VVIP ആണെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. മന്നം സമാധിയിലേക്ക് നമുക്കറിയാം, അതിന് പതിറ്റാണ്ടുകളുടെ ഈ വിവാദത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇതാണ് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നത്. ഇതൊരു പ്രശ്നമായി വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുന്നവർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ സുകുമാരൻ നായർ പറയുകയാണ്. അതിപ്പോൾ പരസ്യമായി അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ഈ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നവർക്കൊരു വളക്കൂറാകാൻ NSS ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ ഭാഗമാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. മറിച്ച് അപ്പുറത്ത് BJP കേന്ദ്രീകൃത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സമാന്തരമായൊരു നീക്കം ഉണ്ടാകുന്നത് NSS തിരിച്ചറിയുന്നുണ്ട്. ഡൽഹിയിലൊരു മന്നം സ്മൃതി മണ്ഡപം ഉണ്ടായതും സമാനമായൊരു നീക്കമായി തന്നെ NSS വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് പലയിടത്തും അങ്ങനെ NSSനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അത്തരൊരു നീക്കം നടക്കുന്നത് അറിയാം. പക്ഷെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു പ്രതികരണം നടത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് NSS അതിൽ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയം. യെസ്, എന്താണെങ്കിലും ഉപരാഷ്ട്രപതി തന്നെ NSS ജനറൽ സെക്രട്ടറിക്ക് നേരെ വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലം, നേരത്തെ സുരേഷ് ഗോപി അടക്കമുള്ളവർ NSS ജനറൽ സെക്രട്ടറി വിമർശിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന നിലയിലാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകുന്നത്. അത് പക്ഷേ ഒരു പരസ്യ പ്രതികരണമായി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതികരണം നൽകാൻ എന്തായാലും ജനറൽ സെക്രട്ടറി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.